ഇപ്പൊ നിങ്ങൾക്ക് എത്ര ക്ലയൻസ് ആയി ടോട്ടൽ GCCയിൽ? 400+. ഇതുപോലെ ഒരു കാറ്റലോഗ് ഡിസ്ട്രിബ്യൂഷൻ പോലെ അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ ഇപ്പോഴും ഹൈപ്പർ മാർക്കറ്റ് GCCയിൽ ഇല്ല. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്. ഡാറ്റ നമ്മളൊരു വീക്ക്നെസ് ആണ്. ആളുകൾ ഓഫറിന് വേണ്ടി ഭയങ്കര ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്. അവർക്കൊക്കെ മാർക്കറ്റിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. രണ്ട് സാധനമാണ് നമ്മുടെ ബിസിനസ്സിൽ സക്സസ് ആക്കുക. ഒന്ന്, നല്ല വിശപ്പ് വേണം. കറക്റ്റ്. രണ്ട്, അധികം ചിന്തിക്കാൻ പാടില്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടിയിൽ പരം ആപ്പ് ഡൗൺലോഡ്സ് ഉള്ള ആൾ, അതും GCCയിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കും ഗൂഗിളും അല്ലാണ്ട് എവിടുന്ന് നിങ്ങൾ കസ്റ്റമർ അക്വയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ D4D ഈസ് യുവർ ആൻസർ. അതിൻ്റെ വൺ ഓഫ് ദ കോ ഫൗണ്ടേഴ്സാണ് നമ്മളെ കൂടെ എന്നുള്ളത്, മിസ്റ്റർ ഹനീഫ്. ഹനീഫ്, വെൽക്കം ടു ദ ഷോ. എന്താ D4Dനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലുക്ക് തരുമോ? D4D ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഗതിയാണ്. ആളുകൾക്ക് എന്ത് സാധനം എവിടെ വെച്ചിട്ട് ഏറ്റവും ചീപ്പായിട്ട് മേടിക്കുക എന്നുള്ളത് D4Dയിലൂടെ അറിയാൻ പറ്റും. അപ്പം ഈ D4D നിങ്ങൾ ഒറ്റക്ക് തുടങ്ങിയതാണ്, എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? D4D യഥാർത്ഥത്തിൽ ഒരു 2016 സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഒരിതാണ്. അത് ഞാനും എൻ്റെ പാർട്ട്ണറുണ്ട്, അദ്ദേഹമാണ് മെയിൻ, ഹസീബ് അബ്ദുറഹ്മാൻ. അദ്ദേഹവും ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞങ്ങളെ ജേണിയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ പിന്നെ ഹാബിസ് എന്ന് പറഞ്ഞ് 2 ആളുകൾ കൂടി വന്നു. ടോട്ടൽ ഇപ്പോൾ 4 ഫൗണ്ടേഴ്സാണ് ഉള്ളത്, 4 കോ ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഇന്ത്യയിലാണോ സിറ്റുവേറ്റഡ്? എങ്ങനെയാണ് ആ ഒരു? അവർ ഡിഫറെൻറ്റ് ഇതിലാണുള്ളത്. ഹസീബ് ആണ് മെയിൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹം ബഹ്റൈനിലാണ്. ഖത്തറിലാണ് മുഹമ്മദ് ഉള്ളത്. സൗദി റീജിയനാണ് ഹാബിസ് ഉള്ളത്. പക്ഷേ പല റീജിയന് പല ആൾക്കാർ അങ്ങനെ മാനേജ് ചെയ്യണം. നിങ്ങൾ എവിടെയാണ് ഈ 3 ആൾക്കാർ പറഞ്ഞേ? ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പം ബേസിക്കലി 4 കോ ഫൗണ്ടേഴ്സ് ആണല്ലേ, 3 പേര് 3 രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങൾ ഇവിടെ ബാക്ക് എൻഡിൽ ഇരുന്നിട്ട് ഇന്ത്യൻ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയല്ല ഇപ്പം നിങ്ങളൊരു സെറ്റിങ്? എക്സാക്ട്ലി. അപ്പം പിന്നെ ഹനീഫ് എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ കുസാറ്റിലായിരുന്നു MBA ഒക്കെ കഴിഞ്ഞത്. 2006 പാസ് ഔട്ടായി. MBA കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സദർലാൻഡ് ഗ്ലോബൽ സർവീസസ് എന്നിട്ട് ഒരു BPO ഫേമിൽ ജോയിൻ ചെയ്തു. 2006 അന്ന് സദർലാൻഡ് ഒക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ഞാനും 2008 പാസ് ഔട്ടാ. അതെ, മുത്തൂറ്റ് ടവേഴ്സിൽ ആദ്യമായിട്ട് സദർലാൻഡ് അവിടെ വന്നത്. അപ്പം ഒരു കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ഒരു 3 മാസം കൊണ്ട് തന്നെ മനസ്സിലായി ഒരാളെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വെളിവ് വന്നു. അല്ല, 2006 തന്നെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലായി ഇത് നടക്കില്ല. പ്രൊബേഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. സ്കൂട്ടായി. പിന്നെ മലബാറിൽ നിന്ന് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഓപ്ഷൻ ഗൾഫിലേക്ക് പോകാന്നുള്ളതാണ്. ബഹ്റൈനിൽ എത്തിപ്പെട്ടു. ഫാദർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. വേഗം വാപ്പ പിന്നെ വിസ അയച്ചെന്ന് വേഗം കയറി പോരി. ഗൾഫിലെത്തി. സ്വാഭാവികമായിട്ടും അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമ്പനി ജോലിക്ക് കയറണം. ജോലിക്ക് കയറാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു കച്ചവടം തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. പണ്ടാരോ ഒരു മാഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കച്ചവടം തുടങ്ങണമെങ്കിൽ 2 സാധനമാണ് വേണ്ടത്. അത് നല്ല വിശപ്പ് വേണം, 2 കുറച്ച് ബുദ്ധിയില്ലായ്മ, രണ്ടും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കച്ചവടം സക്സസ് ആക്കാൻ പിന്നെ ഒരു നിഷ് ഏരിയയും കൂടി കണ്ടെത്തിയാൽ മതി. അങ്ങനെ ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ നടക്കും ഈവനിങ്ങിൽ. ഒരു കച്ചവടം ഏതാ തുടങ്ങുകയല്ല. സ്വതവേ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ റെസ്റ്റോറൻറ്റും കഫ്റ്റീരിയയും തുടങ്ങാം. വടകരയാണ്. വടകര, നിലമ്പൂർ അതിന് ഫേമസ് ആണ്. അതെ, ഗൾഫിൽ കഫ്റ്റീരിയ തുടങ്ങാമല്ലേ. അപ്പം നാദാപുരത്ത് അമ്മദ്ക്കാന്റെ കടയിൽ നിന്നാണ് നീലാം സ്ട്രോങ് ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ചായ കുടിച്ചതെന്ന് പറയും. അപ്പൊ അത്രയും നമ്മളാട് റെസ്റ്റോറൻറ്റ് കഫ്റ്റീരിയൊക്കെ ഫേമസ് ആണ്. അപ്പം സ്വാഭാവിക വ്യത്യസ്തമായൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഈ കഫ്റ്റേരിയ ഒന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും തുടങ്ങണം.
പാപ്പൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മെയിലിംഗ് സർവീസസ് അക്കാലത്ത് GCCയിൽ ഒരു മീന, മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക റീജിയൻ്റെ ഫിനാൻഷ്യൽ ഹബ്ബായിരുന്നു ബഹ്റൈൻ. ബഹ്റൈനിൽ വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ മെയിലുകളും പോവുക ഗൾഫ്. അതായത് ഇമെയിലിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ആ സമയത്ത്, പോസ്റ്റൽ മെയിൽ. അപ്പോൾ എല്ലാ ഈവൻ യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മെയിൽ സർവീസസ് ബഹ്റൈനിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഗൾഫ് എയറിലാണ് ആക്കേണ്ടത്. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഈ മെയിൽ സോർട്ടിങ് ഒരു വലിയ വർക്കായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ടീമിൽ വന്നു കുറേ ആൾക്കാർ, ഓൾമോസ്റ്റ് മോർ ദാൻ 100 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ മെയിൽ സോർട്ട് ചെയ്യലായിരുന്നു ജോലി. അപ്പോൾ അതിനെ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ള ഒരു, അതായത് ഈ മെയിലിംഗ് ടൈം ഭയങ്കര കൂടുതലായിരുന്നു പൊതുവെ മെയിൽ അയക്കാനുള്ളൊരു സമയം. കാരണം ഇത് ഓൾമോസ്റ്റ് അക്കാലത്തൊന്നും എക്സലൊന്നും ആളുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളത് ആ ഡാറ്റ ഒക്കെ എടുത്തിട്ട് ഫുള്ളി എക്സലിലൊക്കെ കൊണ്ടുവന്നു എല്ലാ രാജ്യങ്ങളിലേക്കും. പ്രത്യേകിച്ച് സ്പെസിഫിക്കലി ഓരോരോ കൺട്രീനെ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മൾ സോഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് സ്വയം മെയിൽ കിട്ടിയതിന് ശേഷം സോർട്ട് ചെയ്യുക, അത് ഇംഗ്ലണ്ടിലേക്കാണോ അല്ലെങ്കിൽ ഇത് ഇന്ത്യയിലേക്കാണോ അല്ലെങ്കിൽ ഇത് GCCയിലേക്കാണോ എന്നുള്ളത്. അതിന് പകരം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് തന്നെ ചെയ്യും. അന്ന് എക്സൽ അത്ര പോപ്പുലർ അല്ല, എല്ലാവർക്കും എക്സൽ അറിയില്ല. ഗൾഫിൽ അത്ര പോപ്പുലർ ആയിട്ട് എക്സൽ യൂസേജ് ഉണ്ട്. സ്പ്രെഡ്ഷീറ്റ് ഒക്കെയാണ് അന്ന് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് വേറൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അതെ അതെ. ഓക്കെ. പിന്നെയാണ് എക്സൽ വരുന്നത്. എക്സലില് കുറച്ചും കൂടി ഇത് ഒരു ലേബൽ പ്രിന്റിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എവരി സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡാറ്റ സോർട്ട് ചെയ്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ വളരെ സ്പെസിഫിക്കലി തന്നെ നമ്മൾ തുടക്കം തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ജ്വലിച്ചേക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇറങ്ങി പോസ്റ്റൽ മെയിൽ നമുക്ക് സോർട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം ഗൾഫ് എയർ വഴി. അതെ. ഓക്കെ. അപ്പം ആ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു ഹബ്ബ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ബഹ്റൈൻ, ഫിനാൻഷ്യൽ ഹബ്ബായിട്ട്. ബഹ്റൈനിലായിരുന്നു എല്ലാത്തിന്റെയും ഹെഡ് ഓഫീസ്, എല്ലാ ബാങ്കിന്റെയും ഉണ്ടായിരുന്നത്. ആദ്യം അതിന് മുമ്പ് ബെയ്റൂത്ത് ആയിരുന്നു, ലെബനാൻ. അപ്പം ലെബനാനിൽ പിന്നെ സംഘർഷങ്ങളും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ബഹ്റൈൻ ആയി വരുന്നത് ഹബ്ബ്. HSBC അല്ലെങ്കിൽ ABC ബാങ്ക്, സിറ്റി ബാങ്ക്, എല്ലാ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഒക്കെ മെയിൻ ഓഫീസ് ബഹ്റൈനിലായിരുന്നു. അങ്ങനെ ഒരുപാട് മിന ആൻഡ് യൂറോപ്പ് റീജിയൻ, മീനാന്റെ ഹെഡ് ഓഫീസ്. പക്ഷേ ഈ മെയിലിംഗ് സർവീസസ് ബഹ്റൈനിൽ വെച്ചിട്ടായിരുന്നു കൂടുതൽ നടക്കാറ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലിറങ്ങി പിന്നെ അതിലൊരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഡാറ്റ സോർട്ടിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഈ കാലഘട്ടം അധികം നാൾ നിൽക്കില്ല. 2008 തന്നെ എല്ലാവരും ഇമെയിലിലേക്ക് പതുക്കെ ഇറങ്ങി വന്നു. അതായത് പോസ്റ്റൽ മെയിലുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. അതെ അതെ. അപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഇങ്ങനെ തകരും എന്ന് മനസ്സിലായപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പോകും എന്നുള്ളൊരു സംഭവത്തിൽ വേറൊരു നിഷ് ഏരിയ നോക്കുമ്പോഴാണ് എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സും GCCയിലേക്ക് വന്ന് തുടങ്ങുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. ഹൈപ്പർ മാർക്കറ്റ് ബൂം വരുന്ന സമയമായിരുന്നു. ലുലു, കാരിഫോർ, കുറേ ഹൈപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ പാണ്ട ഒക്കെ സൗദിയിൽ നല്ല പോപ്പുലറായി വരുന്നു. ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ഹൈപ്പർ മാർക്കറ്റുള്ള ഒരു ട്രെൻഡ് കാറ്റലോഗ് പ്രിന്റിംഗ് ആണ്. കാറ്റലോഗ് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ അതായത് നോർമലി നമ്മളിപ്പോൾ അഡ്വർടൈസിങ് കമ്പനി ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അഡ്വർടൈസിങ് ബേസിക്കലി ഈ പോസ്റ്റൽ മെയിൽ സർവീസ് ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. അഡ്വർടൈസിങ് കമ്പനി ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2007 ആ കമ്പനി ഫോം ചെയ്യുന്നത്, റെഡ് ഹാറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പോസ്റ്റൽ സർവീസസ് നമ്മൾ ഇങ്ങനെ താഴത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് 100 മേലെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ട്. അഡ്വർടൈസിങ് കമ്പനിക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ ഈ കാറ്റലോഗ് ഡിസ്ട്രിബ്യൂഷൻ ഒരു നല്ലൊരു പ്രൊഫഷനായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു അഡ്വർടൈസിങ് കമ്പനി ഇതിലേക്ക് ഇറങ്ങുന്നത്. പൊതുവെ ഈ കൊറിയർ കമ്പനീസ് ആയിരുന്നു അക്കാലത്ത് അവിടെ ഡിസ്ട്രിബ്യൂഷൻ. കാറ്റലോഗ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തൊക്കെ ഓഫറാണോ? അതായത് ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ മെയിൻ ബിസിനസ് പ്രൊഡക്ട്സ് ആണല്ലോ. ഈ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബിൽ ബോർഡിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സിന് ലിമിറ്റേഷൻ ഉണ്ട്. എത്ര വലിയ ബിൽ ബോർഡ് ആണെങ്കിലും അത് ഒരാളെ ചെറിയ ടൈമിൽ മാത്രമേ അയാൾക്ക് കാണാൻ പറ്റുള്ളൂ. കിട്ടുള്ളൂ. ഇത് ഒരു പേജിൽ തന്നെ 20 പ്രൊഡക്റ്റ് ഉണ്ടാവും.
അപ്പം ആ ഒരു 10-25 പേജിൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ബിൽ ബോർഡിൽ വെക്കാറ്റുള്ളൂ. മിനിമലിസത്തിന്റെ കാലമാണ്. അതെ അതെ, 600-700 പ്രൊഡക്ട്സ് ഉണ്ടാവും. ആ. അപ്പൊ ഇതെല്ലാം മനസ്സിലിങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഒരാളെ കയ്യിലെത്തി പഠിക്കാനുള്ള ടൈം വേണം. കറക്റ്റ്. അപ്പൊ ഈ കാറ്റലോഗ് പ്രിന്റ് ചെയ്തതിൽ മാത്രമേ ആളുകൾക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ എന്നുള്ള ലോജിക്ക് പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് ആളുകളെ കയ്യിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് GCCനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതൊരു സാധാരണ ആളുകൾക്ക് അത്ര എളുപ്പമല്ല ആ ഒരു സമയത്ത് കാറ്റലോഗ് വീടുകളിൽ എത്തിക്കല്ലോ. അപ്പോൾ ഒരുപാട് റിസോഴ്സ് വേണം, നല്ലൊരു സിസ്റ്റം വേണം. കാരണം ഇവർക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റൂ. അപ്പോൾ നോർമൽ കൊറിയർ കമ്പനീസ് ഇത് ഫെയിൽ ആകുന്നുണ്ട്. അതേ സമയത്ത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്കോപ്പ് നമുക്ക് ഫീൽ ചെയ്തു. നല്ലൊരു നിഷ് മാർക്കറ്റ് ആയിരുന്നു അത്. അധികം ആൾക്കാർ കയറി കളിക്കാത്തൊരു മാർക്കറ്റ്, പ്രൊഫഷണലിസം അധികം ഇല്ലാത്തൊരു, തീരെ പ്രൊഫഷണൽസ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ അവിടെ കയറി ഒന്ന് കളിക്കാന്ന് വെച്ചു. നമ്മൾ ഒന്ന് അതിലേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് ഇറങ്ങിയപ്പോൾ മനസ്സിലായത് ഇത് ആളുകൾക്ക് എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് ഈ ഒരു കാറ്റലോഗ് കിട്ടാൻ എന്നുള്ളത്. അതായത് കസ്റ്റമേഴ്സും ആ കാറ്റലോഗിന് കാത്തിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാറ്റലോഗ് മാനായി മാറി. സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ കാറ്റലോഗ് ഓൺ ടൈം കിട്ടിയില്ലെങ്കിൽ വിളിക്കും. അപ്പൊ ഇത് നമ്മളൊരു ലൈഫിന്റെ ഭാഗമായി മാറി. കാറ്റലോഗ് ഡിസ്ട്രിബ്യൂട്ട് ഓഫർ കാറ്റലോഗ്. അതെ അതെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിന്റെ പ്രിന്റിങ് ഉണ്ടാവും, അതിന്റെ ഡിസൈനിങ്. അങ്ങനെ ബിസിനസ് കുറച്ചും കൂടി മേലോട്ടേക്ക് കയറാൻ തുടങ്ങി. പിന്നെ പിവറ്റ് ചെയ്തു. ബേസിക്കലി പോസ്റ്റൽ മെയിൽ സർവീസിന് നിങ്ങൾ കാറ്റലോഗ് പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഡിസൈനിങ്, പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മൂവ് ചെയ്ത്. കാരണം അത് വളരെ ഇന്നോവേറ്റബിൾ ആയിരുന്നു. കാരണം മെയിലിംഗ് സർവീസസ് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ തീർന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളുടെ കയ്യിലൊക്കെ ഐഫോണും അന്നൊരു ബ്ലാക്ക്ബെറി ഫോണൊക്കെ ഉണ്ട്. ബ്ലാക്ക്ബെറി ഭയങ്കര 2007-6-7 ബ്ലാക്ക്ബെറി ആയിരുന്നു. കാരണം മെയിലുകൾ എളുപ്പത്തിൽ ആളുകളെ കയ്യിലേക്ക് എത്തിക്കാൻ ഭയങ്കര, പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യവും. അതെ, ഒരു പ്രത്യേക തരം കീബോർഡ് ആയിരുന്നു. അതെ, ഒരു ആളുകൾക്ക് ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു അത്. അപ്പൊ ആ വന്നതോടുകൂടി തന്നെ ആളുകളൊക്കെ ഫുള്ളി അതിലേക്ക് പോയി. പിന്നെ നമ്മൾ കുറെ ഈവൻസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് ഒരു വലിയ ഡാറ്റാ ബേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും വലിയ ബാങ്കുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സും ഇതൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെയാന്ന് അറിയാം നല്ലൊരു ഫസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബെൻസിന്റെ ഒരു ലോഞ്ച് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം ഒരു ഹൈ പ്രൊഫൈൽ ഇന്ന് എസ് ക്ലാസ്സിന് പറ്റിയ കസ്റ്റമേഴ്സ് ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മെയിലുകൾ നമ്മളയക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് പോയോണ്ട് ഇങ്ങനെ ബാധിച്ചില്ല. എന്നാലും പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴല്ല അതിൻ്റെതായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഹെർക്കുലിയൻ ടാസ്കാന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയായിരുന്നു അത് ചെയ്തെടുത്തത്? ബേസിക് പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ആളുകൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അപ്പം ഈ കാറ്റലോഗ് ഡിസ്ട്രിബ്യൂഷൻ ഒരു 100,000 കാറ്റലോഗ് നമ്മളെ കയ്യിലെത്തിയിട്ട് ഒരു 2 days 3 days ഒക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടുക. അപ്പോൾ ഇതിന് എത്ര നമ്മളെ കയ്യിൽ റിസോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, തീരില്ല. പക്ഷെ ഇതിന് നമ്മൾ സംഗതി മനസ്സിലാക്കി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 70% അക്യുറസിൻ്റെ തന്നെ റിസൾട്ട് ഭയങ്കര പെർഫെക്ഷനാണ് വരുന്നത്. കാരണം നമ്മളിപ്പോൾ ചില ഇനോഗ്രേഷനൊക്കെ ഒരു ഷോപ്പിൻ്റെ ചെയ്യുമ്പോൾ ഷോപ്പിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് വലിയ വലിയ സ്റ്റോഴ്സിന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൗഡ്സ് ഒക്കെയാണ് വരുന്നത്. കറക്റ്റ്. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ്ലി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു വമ്പിച്ച ഫ്ലോ ആണ് ഹൈപ്പർ മാർക്കറ്റുകൾ സംഭവിക്കുക. കാരണം ഇതുപോലെ ഒരു കാറ്റലോഗ് ഡിസ്ട്രിബ്യൂഷൻ പോലെ അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയ ഇപ്പോഴും ഹൈപ്പർ മാർക്കറ്റുകൾക്ക് GCCയിൽ ഇല്ല. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് അതാണ് ഞങ്ങളെ അതിലേക്ക് വലിച്ച് കൊണ്ടുപോയത്. പിന്നെ അതിന്റെ മുകളിൽ ആ ഒരു യങ് ഏജ് ആയിരുന്നു, 26-27 ഒക്കെ ആയിരുന്നു നമ്മൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാലത്തുള്ള പ്രായമൊക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു ശരിക്കും യൂട്ടിലൈസ് ചെയ്ത്. അതെ ശരിക്കും യൂട്ടിലൈസ്. അതിന്റെ മുകളിൽ തന്നെ ഇറങ്ങി ഫുൾ ടൈം അതിന്റെ പ്രശ്നം എന്താണെന്ന് പഠിക്കും. അപ്പം ചിലപ്പം ചില നോമ്പ് കാലത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്റ്റാഫുകൾക്കൊക്കെ ഈവനിങ് ടൈമിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വർക്ക് ഉണ്ടാവില്ല, സ്റ്റാഫുകളുടെ ഇറങ്ങും. ഒരു ക്യാമ്പയിൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും കാറ്റലോഗ് ആളുകൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ വിളിക്കുന്ന സിറ്റുവേഷൻ തന്നെ ഉണ്ടായി. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പേഴ്സണലി ചിലപ്പോൾ കിലോമീറ്റർ പോയിട്ട് ഒരു കാറ്റലോഗ് മാത്രം എത്തിച്ചു കൊടുക്കാൻ പോകും. അത് എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അല്ല, എനിക്കൊന്ന് ഗൾഫിൽ അങ്ങനെയാണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ പോവുക ഫാമിലി ആയിട്ട്, അപ്പൊ ഓഫേഴ്സ് ഒക്കെ നോക്കുക, ഏതൊക്കെ ഓഫേഴ്സ് എല്ലാം പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോവാം, നല്ല ഓഫേഴ്സ് ഉണ്ട്. സേവിങ്സ് ഒരു വലിയ പ്രശ്നമാണല്ലോ ഒരു സാധാരണ പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചിട്ടും. കാരണം അതിൽ മേടിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന്റെ പ്രൈസ് പലപ്പോഴും പല സീസണിൽ പലതായിരിക്കും. അപ്പം അവർക്ക് വേണ്ട സാധനങ്ങൾ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മളാണ് ഹൈപ്പർ മാർക്കറ്റിന് പറഞ്ഞു കൊടുക്കുക. ഇന്നേ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നല്ല ക്ലിക്ക് ആവും. അപ്പോൾ നമ്മൾ അതിന്റെ കലണ്ടറൊക്കെ ഉണ്ടാക്കി ഏത് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണ് ഈ സമയത്ത് നടക്കുക. അപ്പോൾ പിന്നെ കുറെ ഹൈപ്പർ മാർക്കറ്റ്സ് പുതിയ വരാൻ തുടങ്ങി. അതിൽ ലുലുവും കരിഫോർ അങ്ങനെ ജിയാൻ്റെ അങ്ങനത്തെ കുറച്ച് സംഗതികളായിരുന്നു. അതിന് ശേഷം പിന്നെ കുറെ ആൾക്കാർ വരുമ്പം അവർക്ക് വേണ്ട നോ ഹൗസ് നമ്മൾ കൊടുക്കുക. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇതായതുകൊണ്ട് ആര് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതാണെങ്കിലും ഒരു മീഡിയ കമ്പനി എന്നുള്ള നിലക്ക് നിങ്ങളൊരു റിസർച്ച് കമ്പനി ആയിട്ട് കാണാൻ തുടങ്ങി. അതെ, എക്സാക്ട്ലി. ഒരു ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ചിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പൊ നിങ്ങൾ പക്ഷെ എക്സലിന് തുടങ്ങിയ ഡാറ്റ ആയിട്ടുള്ള ബന്ധമാണ്. ഡാറ്റ നമ്മളൊരു വീക്ക്നെസ് ആണെന്നാണ് പറയുന്നത്. അത് ശരി. ഡാറ്റ അനലൈസ് ചെയ്യലാണ് നമ്മൾ ഏറ്റവും വലിയ ഹോബി. അപ്പം ആളുകൾക്ക് എന്ത് വേണോ എന്നുള്ളത് കണ്ടുപിടിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഏത് തരം ആളുകളാണ് ഇപ്പം ഒരു പ്രൊമോഷൻ ഏത് തരം ആളുകൾക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. ആരൊരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ വിളിച്ച് മീറ്റിംഗിന് എത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ അടുത്തൊരു ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ അനുസരിച്ചിട്ടാണ് നമ്മൾ അവരോട് ചെയ്യേണ്ടത്. അപ്പം അത് അന്നൊന്നും വേറെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, എല്ലാവരും വരുന്നേ ഉള്ളൂ. ഓർക്കുട്ടൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു രീതിയിലൊന്നും ആളുകൾ യൂസ് ചെയ്യുന്ന കാലഘട്ടം, ഓർക്കുട്ടിന്റെ കാലഘട്ടം. ഓർക്കുട്ടിന്റെ സ്ക്രാപ്പ് ബുക്കിന്റെ നിങ്ങൾ ഞാൻ സെയിം ഏജ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ ക്രൂവിനൊന്നും മനസ്സിലാവില്ല. ജെൻസിന്റെ മേലെ ആയിപ്പോയി, എന്നാൽ മില്യണത്തിന് കുറച്ച് താഴെ ആയിപ്പോയി. അപ്പോ പിന്നെ നിങ്ങൾ ആ കാറ്റലോഗ് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ എപ്പോഴാണ് പിന്നെ നിങ്ങൾ അടുത്ത പിവറ്റ് എടുത്തു? അതായത് കാറ്റലോഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾ കാറ്റലോഗ് ഡിസൈൻ ചെയ്യുന്നു, അതിന് വേണ്ട ഇൻപുട്സ് കൊടുക്കുന്നു, അത് പിന്നെ പ്രിന്റ് എടുക്കുന്നു, ഇതായിരുന്നു നിങ്ങളെ ബിസിനസ്. പിന്നെ എപ്പോഴാണ് ഈ D4D ആപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്? ഒരു 2012-2013 കൂടെ നമ്മളെ ഈ ബിസിനസ് ശരിക്കും പീക്കിലെത്തി. എന്നാൽ സോഷ്യൽ മീഡിയ ശരിക്കും നല്ല പവർഫുള്ളായി വരാൻ തുടങ്ങി. ആളുകൾ ആൻഡ്രോയിഡ് ഫോണും iOS-ലേക്കൊക്കെ ആളുകൾ കൂടുതൽ ബ്ലാക്ക്ബെറി ഒക്കെ പോയി, കംപ്ലീറ്റ് ആൻഡ്രോയിഡ്, ബ്ലാക്ക്ബെറി നോക്കിയും പോയി, ആൻഡ്രോയിഡ് iOS ആയി. 2012 ബ്ലാക്ക്ബെറി ഒക്കെ ഔട്ടായി ഓൾമോസ്റ്റ്. പിന്നെ ആളുകൾ ഈ ഫോണിലെല്ലാം വരുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ എനിക്കൊരു ഫീല് വന്നു, ഇത് സ്വാഭാവികമായിട്ടും പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നിങ്ങൾ എങ്ങനെയാണ് D4D എന്നുള്ള ആപ്പിലേക്ക് എത്തുന്നത്? ഞങ്ങൾ ഈ 2012-2013 കൂടി നമ്മൾ ബിസിനസ് ശരിക്കും ഓൾമോസ്റ്റ് ഒരു പീക്കിലെത്തി. ഓൾമോസ്റ്റ് 5 years ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഈ ടെക്നോളജി, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ വരികയാണ്. ആളുകൾ ആൻഡ്രോയിഡിലും iOS-ലൊക്കെ കൂടുതൽ ആശ്രയിക്കുന്ന കാലമായി. ബ്ലാക്ക്ബെറി ഒക്കെ ഔട്ടായി, ബ്ലാക്ക്ബെറി നോക്കിയും പോയി, എല്ലാം പോയി. ഓർക്കുട്ടിസിൻ, അതെ, ഓർക്കുട്ട് എനിക്കൊന്ന് 2008-2009 ഒക്കെ ആയിരുന്നു. അപ്പോഴേ ഫേസ്ബുക്ക് ആയിട്ടുണ്ട് അല്ലേ? അപ്പത്തേക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതൊക്കെയാണ് പിന്നെ വരുന്നത് സംഭവം. അപ്പൊ ആളുകൾ ഇതിലേക്ക് കൂടുതൽ അറിഞ്ഞോടുകൂടി നമുക്കൊരു ഫീലിംഗ് വന്നു, ഇത് എങ്ങനെ നമ്മളും ഡിജിറ്റലൈസ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളെ അതുവരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ബിസിനസ്സാണ്, പ്രത്യേകിച്ചൊന്നും എഫക്റ്റും ചെയ്തിട്ടില്ല. കാരണം ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ എപ്പോഴും കാറ്റലോഗ് പ്രിന്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു സോഷ്യൽ മീഡിയ ട്രെൻഡും ഉണ്ട്. അപ്പം 2013 കൂടിയാണെന്ന് തോന്നുന്നു ഒരു അറബ് അപ്രൈസിംഗ് ഉണ്ടായിരുന്നു. ശരി, ടുണീഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത്, എന്നാൽ GCC അക്രോസ് ഈജിപ്തിലൊക്കെ അറബ് സ്പ്രിംഗ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ നല്ല റോൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഡസ്ട്രി ഒക്കെ മാറി മറിയുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം എൻ്റെ പാർട്ണർ ഉണ്ടായിരുന്നു. പാർട്ണർ ഒരു ടെക്നിക്കൽ ഒരു ബഹ്റൈൻ നാഷണലാണ്, ഹസീബ് എന്നാണ് പേര്. അപ്പോൾ
ഞങ്ങളിങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും, ഇതെങ്ങനെങ്കിലും നമുക്ക് ടെക്നോളജി ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തില്ല. ഓണ്ടർപ്രീനേഴ്സിന് എപ്പോഴും വലിയൊരു ഇതാണ് ഫാർ സൈറ്റഡ്നെസ്. ഫ്യൂച്ചർ ആണ്, നമ്മൾ അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അതെ അതെ എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ ആ ഒരു ഇന്നർ എർജ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും ഗട്ട് ഫീലിംഗ് അത് എന്തോ ഒരു പ്രശ്നം നമുക്ക് സംഭവിക്കും ചിലപ്പം. ആളുകളൊക്കെ ടെക്നോളജിയിലേക്ക് പോവാണ്, നമ്മള് ഇങ്ങനെ പഴയ ഒരു കൺവെൻഷൻ മോഡ് ഓഫ് അഡ്വർടൈസിങ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയായില്ല. പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് വരാനുള്ള റീസണും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ വിളിക്കും, അതായത് ഈ കാറ്റലോഗ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഈ കാറ്റലോഗ് ഓടി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. ഒരു ചിലപ്പോൾ 5 കിലോമീറ്റർ ഒരു 10 കിലോമീറ്റർ ഒരു കാറ്റലോഗ് എത്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഉണ്ടാവും. കാരണം ആളുകൾക്ക് ഓഫർ കിട്ടിയിട്ട് ആളെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് വാട്സപ്പ് ഒക്കെ വന്നല്ലോ. വാട്സപ്പ് വന്നപ്പോൾ ഇത് വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അയക്കുന്ന പരിപാടി എളുപ്പമായി. അപ്പം അത് ഒരു ഫീലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഡിജിറ്റലൈസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ആപ്പുകളിലൂടെ പറ്റുമെന്നൊരു ഫീലിംഗ് ഇങ്ങനെ വരാൻ തുടങ്ങി. കറക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അപ്പം ഞാനും പാർട്ണറൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ പോയപ്പോൾ ഒരു കമ്പനിയെ കണ്ടു, സിങ്ക് സെയിൽസ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫറുകളൊക്കെ കാണിക്കും, അതിലൂടെ എന്നിട്ട് ആളുകൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഓഫർ, അങ്ങനെ മേടിക്കാനുള്ള സംഭവം ആണ് ഫീൽ ചെയ്തത്. അത് നേരെ നമ്മൾ GCCയിൽ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്തു. അതൊരു ആപ്പായിരുന്നു. ഓക്കെ. പ്രൊഡക്റ്റ് ഉണ്ടാക്കി D4D വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റലോഗ് കാണിക്കുന്ന ഒരു ആപ്പായിരുന്നു. കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാനുള്ള ആപ്പ്, ഓഫേഴ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ആപ്പ്. അതെ, വെറും സിമ്പിൾ അത്ര മാത്രം. D4D എന്നുള്ള പേര് എങ്ങനെ വന്നേ? അത് ഒരു വലിയ കൺസെപ്റ്റ്. അത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഈ പേരെന്തിടും എന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴാണ് എങ്ങനെ അത് കൊണ്ടുപോകണം, ഒരു പേര് വേണമല്ലോ. വളരെ കൺവെൻഷൻ മോഡലിലെ കുറെ പേരുകളാണ് വരുന്നത് ആ സമയത്ത്. D4D ഇങ്ങനെ ഡീൽസ് ഫോർ ദി ഡേ എന്നുള്ളൊരു ലോജിക്ക്. അതിന്റെ ഷോർട്ട് ഫോം ആണ്. അതെ, ഇപ്പൊ ദുബായിൽ നിൽക്കുമ്പോൾ ഡീൽസ് ഫോർ ദുബായ് എന്ന് പറയാം, ദോഹന്ന് ഡീൽസ് ഫോർ ദോഹ എന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ തൽക്കാലം അടക്കട്ടെ, ദുബായ് മാത്രം മതി. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ പെട്ടതാ കിട്ടാൻ പേരാണ്. എന്തൊക്കെ ഒരു പേര് വേണമല്ലോ. അതെ അതെ എക്സാക്ട്ലി. അപ്പോൾ D4D ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു. വെറും ഫ്ലയർ കാണിക്കുന്ന ഒരു ആപ്പ്, അത്രേ ഉള്ളൂ. ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ആപ്പ്. വേറെ അതിന്റെ ഇന്നിപ്പോ ഉള്ള പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് MVP ഞങ്ങൾ പറയല് മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അതെ എക്സാക്ട്ലി. അപ്പം നമ്മളത് കുറച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ D4D സക്സസ് ആയി വരാൻ തുടങ്ങി. സക്സസ് ആയി വരിക എങ്ങനെയാ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? സക്സസ് ആവണമെന്ന് മനസ്സിലാവണത് എങ്ങനെയാ? അതായത് നമ്മൾ ബഹ്റൈനിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ബഹ്റൈൻ ഗവൺമെന്റ് സ്റ്റാർട്ടിങ് തന്നെ നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ടീവായിരുന്നു ഈ പ്രോജക്റ്റിന്. അപ്പോൾ അവരുടേതായ കുറച്ച് ഐഡിയാസും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് തന്നു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി? ഗ്രാൻഡുകളായിട്ട്. അടിപൊളി. എത്ര ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത്? അന്ന് ഒരു മാർക്കറ്റിംഗ് ബജറ്റ് പോലെയാണ് നമുക്ക് തന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ളതാണ്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസ് ഒന്നും ഡൗൺലോഡ്സിന് കൊടുക്കുന്ന കാലമല്ല. ഫേസ്ബുക്ക് ആയിരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇല്ല. ലെസ് ദൻ 0.1 cents ഒക്കെയാണ് ഒരു ഡൗൺലോഡിന് നമ്മൾ എക്സ്പെൻസ് ഉണ്ടായി. അപ്പൊ അതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, നല്ലൊരു എമൗണ്ട് കിട്ടി. അതിനെ കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് പാർട്ട്ണർ ബഹ്റൈൻ നാഷണലും കൂടിയാണ്. എക്സാക്ട്ലി. അപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് ഈസി കിട്ടി. 100,000 ഡൗൺലോഡ് പെട്ടെന്നായി. നിങ്ങൾ ആഡ് ചെയ്തിട്ടാണോ ആ 100,000 ഡൗൺലോഡ്സ് ഉണ്ടാക്കിയത്? ഇനീഷ്യലി ആഡ്സ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സാണ്. എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യണം. എക്സാക്ട്ലി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു കാരിഫോറൊക്കെ ഒരു ഫ്രഞ്ച് മാനേജറൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം നമ്മൾ ഈ കാറ്റലോഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആയിട്ട് പറയല് കിട്ടാത്ത ആളുകൾക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇത് അവതരിപ്പിച്ചത്, ഇത് കാറ്റലോഗ് 100,000 ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ 300,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഈ 100,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
പകരം ആളുകൾക്ക് എത്തിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഡിജിറ്റലാണ്. കാരണം ആളുകളെ ഉള്ളിൽ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യണ്ടേ, 3 times അതിന് സ്പെൻഡ് ചെയ്യണം, അത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഫ്രീ ആയിട്ട്, ആദ്യം പൈസ ഒന്നും തരില്ലല്ലോ, ഫ്രീ ആയിട്ട് ആഡ് ഇട്ടോ, പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഞങ്ങളെ എല്ലാ ക്യാഷ് കൗണ്ടേഴ്സിന്റെ മേല ഡൗൺലോഡ് D4D എന്നുള്ള സ്റ്റിക്കർ നമുക്ക് മനസ്സിലായി മാർക്കറ്റിൽ ഇതിന് ആക്സെപ്റ്റൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, അന്ന് കാരിഫോറിന് ഇപ്പം കാരിഫോറിന് സ്വന്തം ആപ്പ് ഉണ്ട്, അന്ന് കാരിഫോറിനൊന്നും ആപ്പില്ല. അതെ. അപ്പോൾ സിറ്റി സെന്ററിലെല്ലാം കയറി ചെല്ലുമ്പോൾ നേരെ ആൾക്കാർ കാണുന്ന ഒരു ക്യാഷ് കൗണ്ടറിന്റെ മേലെ തന്നെ ഡൗൺലോഡ് D4D ഫോർ ഓഫേഴ്സ് ചാടി കയറി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഭയങ്കര ഹരായി. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ആളുകൾ ഓഫറിന് വേണ്ടി ഭയങ്കര ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന കമന്റ്സ് തന്നെ ആൻഡ്രോയിഡിലൊക്കെ ഭയങ്കര രസമാണ്, എല്ലാവരും പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു. അപ്പൊ എന്തോ ഒരു പുണ്യപ്രവർത്തനം ചെയ്യുന്ന ഫീലിംഗ് കൂടി കിട്ടി. അപ്പോ നമുക്കിതൊരു ബിസിനസ് മോഡലിനേക്കാൾ കൂടുതൽ നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് വന്നത് ആളുകൾക്ക് ഇതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്ന ഒരു ആപ്പായി മാറി. എന്താ പറയാ, ഇപ്പൊ നമുക്ക് പോഡ്കാസ്റ്റ് ഇട്ടല്ലേ, നിങ്ങൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടി, താങ്ക് യു വെരി മച്ച്, നിങ്ങൾ ഇനിയും ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ഒരു പ്രത്യേക തരം എനർജി. അതായത് കസ്റ്റമർ സൈഡിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റ് നമ്മളോ ഒരു ഡാനിയൽ മെയ്സന്റെ ഒരു കാരിഫോറിന്റെ ഒരു ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു. അപ്പൊ മൂപ്പരാണ് നമ്മളോട് സ്പേസ് തന്നിട്ട് പറയുന്നത്, ഇവിടെ നിങ്ങൾ ആഡ് വെച്ചോ. ഒരു എക്സാമ്പിൾ, ഇപ്പൊ ലുലു ഒക്കെ ഫുള്ളി ഞങ്ങൾക്ക് പിന്നെ ഇഷ്യൂസ് വന്നു. അതായത് ഞങ്ങള് അത്ര ഭയങ്കര പ്രൊഫഷണൽ ഒരു മൈൻഡ് സെറ്റിലൊന്നല്ല ഇത് തുടങ്ങുന്നത്. ഞങ്ങളെ ട്രേഡ് മാർക്ക് D4D എന്നുള്ളത് വേറൊരാൾ അടിച്ചു മാറ്റി പോയി, മറ്റേ ആള് ആൻഡ്രോയിഡിൽ കൊടുത്തു, D4D ഞങ്ങളെ തന്നു. ഒരു സുപ്രഭാതത്തില് D4D നല്ല സക്സസ് ആയിട്ട് വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ടൈം തന്നെ ഞങ്ങളെ ട്രേഡ് മാർക്ക് ബാലൻസിന്റെ പേരിൽ നമ്മളെ D4D സസ്പെൻഡ് ചെയ്തു പ്ലേ സ്റ്റോറിന്. ഇതൊരു ഭയങ്കര ഫീലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളതാണ് D4D എല്ലാവർക്കും മാർക്കറ്റിൽ അറിയാം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ലുലുവിന്റെ യൂസുഫ് അലി സാറോടൊക്കെ ഉള്ള ഒരു ഭയങ്കര സ്നേഹം തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു മാനേജറെ കോടതിയിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് അയച്ചുതരാണ്, D4D ഞങ്ങളതാന്ന് പറയാൻ വേണ്ടിയിട്ട്. D4D ഇന്ന ടീമിന്റെ ആണ്, മറ്റവര് ശരിക്ക് ഇവരെ പറ്റിച്ചാണ്. അതായത് അങ്ങനെ ഫ്രിഞ്ച്മെന്റ് എന്നുള്ള വേണ്ടാത്ത ഒരു കേസാണ്. ശരിക്കും ഇവരെ തന്നെയാണ് D4D, ഇവരതാണ് സ്റ്റാർട്ടിങ് ഓട്ടിട്ട്. ബഹ്റൈൻ കോടതിയിലാണോ വാദിച്ചത്, അല്ലെങ്കിൽ ബഹ്റൈൻ കോടതിയിൽ? അത് ശരി. അപ്പം ഗൂഗിളില് ഇവര് കേസ് കൊടുത്ത്, അപ്പൊ ഗൂഗിള് ടേക്ക് ഡൗൺ ചെയ്ത്, എന്നിട്ട് നിങ്ങള് കേസ് കൊടുത്ത്? നമ്മള് ബഹ്റൈൻ കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ ബഹ്റൈൻ കോടതിയിൽ ഒരു പറഞ്ഞു അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാൻ ഒരു ആളെ കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾ അടുത്ത ഏറ്റവും ലീഡിങ് ഹൈപ്പർ മാർക്കറ്റിൽ ഒന്നാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ തന്നെ ഡയറക്റ്റ്, അതായത് മാനേജറെ അവർ ഡയറക്റ്റ്ലി നമുക്ക് അയച്ചു തരാണ്, കൊമേഴ്ഷ്യൽ ഹെഡിനെ ഷുക്കൂർ എന്നിട്ട്. അപ്പം ഇവരെ ഒരു കോടതിയിൽ വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാണ്. അതായത് നമുക്ക് വേണ്ടി നല്ല സത്യം വളരെ ക്ലിയർ ആയിട്ട് എവിടെയും വിളിച്ചു പറയുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ കോടതി അന്നൊരു ഇത് നടത്തി, കൊക്കോകോളന്റെ പേര് വേറൊരാള് എടുക്കാൻ പറ്റില്ല. അതുപോലെ D4D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇവരെ ആപ്പാണ്. അത് നിങ്ങൾക്ക് എടുക്കാനുള്ള വേറെ ആൾക്ക് എടുക്കാനുള്ള ഒരു അധികാരമില്ല. അത് ശരിക്കും വെച്ചാൽ വേറെ കോമ്പറ്റീറ്റർ ആയിരുന്നു ചെയ്തത്, കോമ്പറ്റീറ്റർ. അപ്പം അവർക്ക് അത് നെഗറ്റീവ് പോയി. മാർക്കറ്റിൽ നമ്മളൊരു എത്തിക്സ് മേലെ നിന്നു. അപ്പൊ അതൊക്കെ നമ്മളൊരു മറക്കാൻ പറ്റാത്ത കുറെ ഈ ഹൈപ്പർ മാർക്കറ്റുകളും നമ്മളോട് അത്രയും ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത്. കസ്റ്റമേഴ്സ് ഇപ്പുറത്ത് പ്രാർത്ഥന എഴുതിയിരുന്നു. അപ്പൊ ഫസ്റ്റ് റവന്യൂ എങ്ങനെയാണ് വന്നത്? റവന്യൂ സ്വാഭാവികമായിട്ട് 1 year കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യകത മനസ്സിലായി. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് കാറ്റലോഗ് ഇടാൻ തുടങ്ങി. പിന്നെ നമുക്ക് മനസ്സിലായത് ഗൂഗിൾ ആഡ്സ് ആണ് അതിന്റെ റവന്യൂ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആഡ്സ് വന്നു കഴിഞ്ഞാൽ റവന്യൂ മോഡൽ പെർഫെക്റ്റ് ആവുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ റവന്യൂ ഗൂഗിൾ ആഡ്സെൻസിനായിരുന്നോ? അല്ല, സബ്സ്ക്രിപ്ഷൻ തന്നെയായിരുന്നു. സബ്സ്ക്രിപ്ഷൻ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എങ്ങനെ സെല്? കാരണം നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഡൗൺലോഡ്സ് ആയപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് നമ്മളൊരു 100,000 ഡൗൺലോഡ്സ് ഒക്കെ ആയപ്പോൾ ആളുകളെടുത്ത് അപ്രോച്ച് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ യു ഹാവ് ടു പേ മന്ത്ലി, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുറത്തൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ വേണം ഒരു കോ എക്സിസ്റ്റൻസ് വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു
ഗോ ഗ്രീൻ കൺസെപ്റ്റ് ആണല്ലോ. ആളുകളെ മുമ്പിലേക്ക് ഈ കാറ്റലോഗ് പ്രിന്റ് ചെയ്ത് ഒത്തിരിയും എത്തിക്കുന്നത് ഒരു 100,000 ദിർഹം അല്ലെങ്കിൽ ദിനാറൊക്കെ കോസ്റ്റ് വരുന്ന ഒരു സാധനത്തിന് നമ്മളൊരു വളരെ ചെറിയൊരു നോമിനൽ ആയിട്ടുള്ള ഒരു 100 ആ ഒരു ബീഡി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കോസ്റ്റ് കുറക്കാൻ പറ്റുന്നുള്ള ഒരു ലോജിക്ക് നമ്മളവരെ മുമ്പിൽ അവതരിപ്പിച്ച് അത് ആളുകൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി. എല്ലാവരും റെസിസ്റ്റൻസ് ഒന്നും അതിന് ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ റവന്യൂ വന്നു. പിന്നെ നിങ്ങൾ പിന്നെ രണ്ടാമത്തെ റവന്യൂ മോഡൽ ഉണ്ടാക്കിയോ? ഗൂഗിൾ മോഡൽ. അതെങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഡൽ ഉണ്ട്? അത് പൊതുവേ ഞാൻ പറഞ്ഞ നമ്മൾ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അവർക്ക് ഈ ഒരു ലോജിക്ക് അതേ മനസ്സിലായി. പക്ഷെ അപ്പോഴും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ തേർഡ് പാർട്ടി ആഡ്സിന് ഒരു കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കറക്റ്റ്. ആ സമയത്തൊക്കെ അതെ അതിനകത്തെല്ലാം കുറെ ഇഷ്യൂസും പിന്നെ ഇതിനൊക്കെ ഒരു എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം ഈ തേർഡ് പാർട്ടി ആഡ്സ് എന്ന് പറയുമ്പോൾ കൺട്രോൾ കിട്ടില്ല എന്നുള്ളതിനൊക്കെ ഉള്ള കുറെ ഇഷ്യൂസും ഉണ്ട്. ശരിയാണ്. അപ്പം കാരണം ഫുള്ളി അതിന്റെ എലിഗൻസ് ഒക്കെ പോവും, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ അതും കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും പിന്നെ ഈസി ഗ്രോത്ത് ആയിരുന്നു. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ബഹ്റൈനിന് പുറത്തേക്ക് പോയി തുടങ്ങി? അതായത് നിങ്ങൾ ഒരു കൺട്രിയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. സെക്കൻഡ് കൺട്രി എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ആളുകള് ഡിഫോൾട്ട് ചെയ്യുന്ന ഒരു മോഡൽ മനസ്സിലാക്കിയിട്ട് ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. GCC-യിൽ ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കൺട്രിയിലില്ല, സൗദിയിലില്ല, UAE-ലില്ല. അപ്പൊ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ എല്ലാവർക്കും വേണമല്ലോ. ഇപ്പൊ ഫേസ്ബുക്ക് വെറും ഇന്നേ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. കറക്റ്റ്. അപ്പൊ ആ ഒരു ഫീല് വന്നപ്പോൾ നമുക്ക് തോന്നി GCC-യിൽ എങ്കിലും നമ്മൾ ഫുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ മോഡലാണ്, റെപ്ലിക്കേറ്റ് ചെയ്താൽ എത്രയേ ഉള്ളൂ, സെയിം ആപ്പ് തന്നെയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ആടെല്ലാം പിന്നെ ആളുകൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഓഫർ കാണാനുള്ള വേറെ പ്ലാറ്റ്ഫോം, ഈവൻ ഹൈപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങളെന്താ വരാൻ ഇത്ര ലേറ്റ് ആയെന്നുള്ള രീതിയിലായിരുന്നുള്ള നമുക്ക് പിന്നെ അതെ ഇതിനുള്ള ആക്സെപ്റ്റൻസ്. ഒരു വലിയ റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് എവിടെയും വന്നിട്ടില്ല. കോമ്പറ്റീഷൻ പെട്ടെന്നായിരുന്നു എക്സ്പാൻഷൻ ഒരു 3 years ഉള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും നമ്മൾ ശരിക്കും എത്തി. പക്ഷേ അപ്പം നിങ്ങൾ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് എത്തി. ഓൺലൈൻ റവന്യൂ ഓഫ്ലൈൻ റവന്യൂനെ പൊട്ടിച്ചോ? ഓഫ്ലൈൻ സ്റ്റിൽ കണ്ടിന്യൂയിങ് അല്ലേ, എപ്പോഴും നിന്നിട്ടില്ല, റോഷേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഒരു അഡീഷണൽ സാധനമായിട്ട് എല്ലാവരും ആഡ് ചെയ്ത് ഡിജിറ്റൽ. പിന്നെ ഓൺലൈൻ റവന്യൂ ഓഫ്ലൈൻ റവന്യൂനെ മറികടന്നോ? കോവിഡ് ഒരു വലിയ ഘടകമായിരുന്നു. കാരണം എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായി. സ്വാഭാവികമായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് സൂപ്പർ മാർക്കറ്റിലേക്ക് മാറി. കാറ്റലോഗ് ഇല്ല, പ്രിന്റിങ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തു. കാരണം ഷട്ട് ഡൗൺ ആയി. കാരണം ഇത് തൊടാൻ പാടില്ലാത്ത സംഭവം. ഇപ്പൊ കോവിഡ് അനുഗ്രഹമായ ചില കമ്പനികളിലൊന്നും നമ്മളാണ് അപൂർവമായ കമ്പനി. കാരണം ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. ആളുകളൊക്കെ സ്റ്റാർട്ടിങ് ഫേസിൽ നമ്മളൊന്ന് ഇരുന്നു പോയി. കാരണം ഓഫർ ആർക്കും ഹൈപ്പർ മാർക്കറ്റിലൊന്നും പോയിക്കൂടല്ലോ. കറക്റ്റ്. പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്നൊരു ബൂമായിരുന്നു റീറ്റെയിലിന്, ഭയങ്കര ബൂം. ആ ബൂം കൊണ്ടുകൂടി ആപ്പ് അടിച്ചു കയറി. പക്ഷെ അപ്പുറത്ത് ഓഫ്ലൈൻ കുറയുകയും ചെയ്തു. ഓഫ്ലൈൻ കുറയും. അപ്പൊ ഓൺലൈൻ അടിച്ചു കയറി. ഓക്കെ. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾക്ക് 2 റവന്യൂ ചാനൽസ്, ഒന്ന് ഗൂഗിൾ ആഡ്സെൻസും ഗൂഗിൾ ആഡ്സും, പിന്നെ രണ്ടാമത്തത് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ റവന്യൂ. ഇപ്പൊ നിങ്ങൾക്ക് എത്ര ക്ലയൻസ് ആയി ടോട്ടൽ GCC-യിൽ? 400+ ക്ലയൻസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ മോഡലില് കണ്ടിന്യൂസ് ആയിട്ട്. ഏതാണ് അത്? നിങ്ങൾ പ്രോബ്ലത്തിന് തുടങ്ങി, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ഡിജിറ്റലായി, രണ്ടും ഓടിച്ചു, ഓഫ്ലൈനും ഡിജിറ്റലും ഓടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പം ഓഫ്ലൈനിന് പടി കിട്ടി, പക്ഷെ ഡിജിറ്റൽ ആണ് ഉണ്ടായത്, നിങ്ങൾ രക്ഷപ്പെട്ടു. അത് ഞങ്ങള് ആ കോവിഡിന്റെ ടൈമിലൊക്കെ ആളുകൾക്ക് ഓഫർ എത്തിക്കുമ്പോൾ നമുക്ക് അപ്പത്തേക്ക് സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്. കാരണം കോവിഡ് വരുന്ന കുറെ ഇങ്ങോട്ടാണല്ലോ. അതെ. അപ്പത്തേക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷനിലും നല്ല സക്സസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് ഹൈപ്പർ മാർക്കറ്റുകളോട് പറഞ്ഞു നിങ്ങൾ ഓഫർ ഇട്ടോ. കാരണം എല്ലാവരും അവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. പൈസ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ഫോർ മണി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവിക ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഓഫർ ഉണ്ട് എന്ന് പുറത്ത് പോകാനുള്ള ടെൻഡൻസി ഒക്കെ വരാനും തുടങ്ങി. കറക്റ്റ്. അപ്പൊ അത് ഒരു എന്താ പറയണ്ടത്, എപ്പോഴും നമ്മൾ മണി മോട്ടിവേറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കാറില്ല.
അപ്പൊ നിങ്ങൾ പിന്നെ അപ്പൊ ആ സമയം സഹായിച്ചു അവരെ അതായത് പണ്ട് അവർ നിങ്ങളെ സഹായിച്ചിരുന്നു, ഇപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുത്തു. പിന്നെ ഈ ഓഫ്ലൈൻ ബിസിനസ് ഇപ്പം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ടല്ലോ, പിന്നെ അത് തിരിച്ചു വന്നോ? ഏതെങ്കിലും കാലത്ത് കോവിഡ് ഒക്കെ സെറ്റായി ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയപ്പോ പിന്നെ തിരിച്ചു വന്നില്ലേ? ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പം അതായത് ഈ കാറ്റലോഗ് ഫിസിക്കലി കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരുപാട് വലിയ ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കാറ്റലോഗ് നിർത്താൻ പറ്റില്ല. ചില രാജ്യങ്ങളൊന്നും കാറ്റലോഗ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ബഹ്റൈനൊക്കെ ഭയങ്കരമായിട്ട് കാറ്റലോഗ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പം കാറ്റലോഗ്സിന് ഇപ്പോഴും റെലിവൻസ് ഉണ്ട്, അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മള് ടെക്നോളജി വരുമ്പോൾ പഴയത് പോവും എന്നല്ല പറയുന്നത് ശരിക്കും വെറുതെ നമുക്ക് മനസ്സിലായിരുന്നു. ആ ജനറേഷൻ അതന്നെ വേണം. ആ ജനറേഷൻ ന്യൂസ് പേപ്പർ വായിക്കുന്നവര് ന്യൂസ് പേപ്പർ ഇപ്പോഴും വായിച്ചോണ്ടിരിക്കുമല്ലോ. പക്ഷെ വേറൊരു ജനറേഷൻ ഉണ്ട് ഫുള്ള് ഫോണിൽ വായിക്കുന്നത്. അപ്പൊ അതൊരു ഗ്രാജുവൽ ഡിക്ലൈൻ ഉണ്ടാവുള്ളൂ. കുറഞ്ഞുണ്ട് സ്വാഭാവികം. പിന്നെ അപ്പൊ നിങ്ങൾ ആ ബിസിനസ് കുറഞ്ഞു. അപ്പൊ ഓഫ്ലൈനിലെ റവന്യൂ നിങ്ങളത് കുറഞ്ഞു, ഓൺലൈനിലെ റവന്യൂ ആണ് ഇപ്പം ടോപ്പിൽ നിൽക്കുന്നത്. ഓക്കെ. കാരണം ഡിസൈനിങ് ഒക്കെ ഞങ്ങൾ രണ്ടിനും ചെയ്യുന്ന ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ അതൊന്നും നമ്മളെവിടെയും ബാധിച്ചിട്ടില്ല. ശരിയാണ്. അപ്പൊ ഇനി അടുത്തപ്പോ ഫോർ എക്സാമ്പിൾ നോർമലി ഇപ്പൊ ഞങ്ങളെ നെറ്റ്വർക്കിലൊക്കെ നിങ്ങൾ കാണുന്നത് ഏത് ആപ്പ് ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ ഇതെങ്ങനെ വിൽക്കണം എന്നറിയില്ല. നിങ്ങളത് നേരെ ഓപ്പോസിറ്റാ. നിങ്ങൾ ആദ്യം വിറ്റതിന് ശേഷമാണ് ആപ്പ് ഉണ്ടാക്കുന്നത്. മീൻസ് ആ ഓഫ്ലൈൻ ബിസിനസ്സിനെ നിങ്ങൾ ഓൺലൈൻ ആക്കി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ സോർട്ടർ, അതായത് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 10 million+ ഡൗൺലോഡ് ഉണ്ട്. പ്രോബബ്ലി അതിൻ്റെ അകത്തൊരു പകുതി യൂസേഴ്സ് എങ്കിലും ആക്റ്റീവ് യൂസേഴ്സ് ആയിരിക്കും. വീക്ക്ലി ആക്റ്റീവ് യൂസേഴ്സ്, വീക്ക്ലി ആണല്ലോ നമ്മൾ ഓഫേഴ്സ് ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വലിയൊരു ഇ-കൊമേഴ്സ് കമ്പനി ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ്? വേർ ആർ യു ഗോയിങ് ടു? അത് ഞങ്ങളൊരു എത്തിക്സിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പല ഹൈപ്പർ മാർക്കറ്റിനെക്കാട്ടും വലുതായിരിക്കും ഇൻ ടേംസ് ഓഫ് യൂസേഴ്സ്. ഇപ്പം സൗദിയിലെ ഹൈപ്പർ പാണ്ടേനെ മാത്രം 1 million യൂസേഴ്സ് ഞങ്ങൾ ആപ്പിലുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആ ഒരു രീതിയിൽ ചിന്തിക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കമ്പനിയാണ്. കാരണം നമ്മളെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഉണ്ടായിരുന്നത് ഇവരൊക്കെയാണ്, ഹൈപ്പർ മാർക്കറ്റ്സും ഒക്കെയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അവര് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ നമ്മൾ അവരെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ സപ്പോർട്ട് ചെയ്യാം. അവരിലേക്ക് ട്രാഫിക് ഡൈവേർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഏതൊരു ഞങ്ങളൊരു ക്ലയന്റിനും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് .ph അല്ലെങ്കിൽ .ae ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അടുത്ത് നിന്ന് വന്ന ആളുകളെ അവർക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, മനസ്സിലായി. അതായത് നിങ്ങളൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം മാത്രം അത്രേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ വേറെ എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ദുബായിൽ എന്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണോ, അപ്പൊ നിങ്ങൾ അത്രയും ഡാറ്റ അല്ല വേറൊരു കമ്പനി ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ആപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? നമ്മള് ബേസിക്കലി നിങ്ങൾക്ക് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ ശരിക്കും മാർക്കറ്റ് അനാലിസിസ് നടത്തുന്ന ഒരു ടീം ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളെ ഡാറ്റ വെച്ചിട്ട് ഞങ്ങൾ അത് അനലൈസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പം വേണ്ട, ഒരു സെയിൽസ് ഫോർകാസ്റ്റ് ആണോ കാണണമെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ളത് ഒരു മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും. സെയിൽസിന്റെ ഡാറ്റ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഏതൊരാൾക്ക് ഏത് വേണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പിക്ചറുണ്ട്. അപ്പം നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർകാസ്റ്റ് ഒക്കെ നമുക്ക് തരാനുള്ള സിസ്റ്റം നിങ്ങളുടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പൊ നമുക്കൊരു പുതിയ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളെ ആപ്പിൽ അഡ്വർടൈസ് ചെയ്യാൻ ഈസിയാണ് അല്ലേ? അതെ. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ D4D ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ പ്രൊജക്റ്റാണ്. അപ്പം ഞങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടം അതനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രീന് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സെറ്റ് ചെയ്താണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ട ആഡ്സ് നമുക്ക് പ്രയോറിറ്റി കാര്യമെന്ന് തന്നെ കാണിച്ചു തരുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ബാക്കെൻഡിലുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങളെ ഇനി D4D? ഫോർ എക്സാമ്പിൾ നിങ്ങൾ പിന്നെ എന്നെ കൊല്ലാൻ വേറെ ആരും വരണ്ട, ഞാൻ തന്നെ എന്നെ കൊന്നോളാം എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഓഫ്ലൈൻ ബിസിനസ്സിനെ കൊല്ലണ സാധനങ്ങൾ ഉണ്ടാക്കിയതാണ്. സംഭവം രണ്ടും കഴിച്ചിലായി, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഉണ്ടാക്കി. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് കാണുന്നത്? എങ്ങോട്ടേക്കായിരിക്കും ഇത്? ഫോർ എക്സാമ്പിൾ പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് ഓൺലൈൻ ഇത് തുടങ്ങുകയാണ്. അപ്പൊ എങ്ങോട്ടേക്കായിരിക്കാം അടുത്തൊരു ലെവൽ ഓഫ് D4D? ഇനി നമ്മൾ കൂടുതലും AI ബേസ്ഡ് ആയിട്ട്
ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോവാണ്, നിങ്ങൾക്ക് എല്ലാ ഓഫറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും റെലവെന്റ് അല്ല. അപ്പൊ ഇനി എനിക്ക് അറിയാനുള്ളത്, എങ്ങോട്ടേക്കായിരിക്കാം ഇനി നിങ്ങൾ അടുത്തൊരു ചുവടുവെപ്പ്? നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിലായി. അപ്പൊ എന്തായിരിക്കും D4Dന്റെ ഒരു ഫ്യൂച്ചർ? ഒരു AI ബേസ്ഡ് എൻഹാൻസ്മെന്റ്. ഓക്കെ. പിന്നെ കാരണം ഇപ്പോഴത്തെ ഈ പ്രൈവസി ഇതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ട് ആളുകൾക്ക് എങ്ങനെ മാക്സിമം അവരെ ഓഫറുകൾ അവർക്കൊക്കെ എത്തിക്കാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലൈസ്ഡ് ചെയ്യാം. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതേപോലെ ആക്കി മാറ്റുക, എല്ലാം കാണിക്കുന്നതിന് പകരം. അതെ, എക്സാക്ട്ലി. അപ്പം കുറച്ചും കൂടി ഒരു ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പം അതൊക്കെയാണ് ഇനിയത്തെ ഫ്യൂച്ചർ എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ ടെറിട്ടറി ഇനി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. GCC-യിലും ഈജിപ്തിലും മാത്രമേ ഉള്ളൂ, മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിങ്ങനെ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ രാജ്യങ്ങളിൽ പോകണ്ടല്ലോ. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും? 40+ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അടുത്ത ട്രെൻഡൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ ഓരോ രാജ്യത്ത് കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിസർച്ചിലാണ് ഇപ്പോൾ നമ്മൾ. ഇന്ത്യയിൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്? അത് അടുത്തുള്ള ഒരു വിത്തിൻ 1 year ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് പ്ലാന്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. കുറച്ചും കൂടി വേറൊരു ലെവലിലുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഇനി ഇന്ത്യ കഴിഞ്ഞ് പിന്നെ യൂറോപ്പ് അല്ലെങ്കിൽ US ആ ഒരു സെഗ്മെന്റ് ആലോചിക്കുന്നുണ്ടോ? എന്താണ് അവിടെ ഈ പ്രൊഫഷണൽസിന്റെ സെറ്റപ്പ് ഉണ്ടോ? ഞങ്ങൾ പിന്നെ പല മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പല കമ്പനീസും കൊടുക്കുന്നുണ്ട്, ഹൈപ്പർ മാർക്കറ്റ്സിനൊക്കെ. D4D പോലത്തൊരു പ്ലാറ്റ്ഫോം അവിടെ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല. പോയ പല രാജ്യങ്ങളും ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഏതായാലും പൈപ്പ് ലൈനിലുള്ള തീരുമാനിക്കണം. അതെ. കുറച്ചും കൂടി എനിക്ക് സൗത്ത് ഈസ്റ്റിലേക്കാണ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം. മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, കംബോഡിയ. അതിനോടൊക്കെ പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി യൂറോപ്പിനേക്കാളും ട്രെൻഡിങ് ആണല്ലോ, എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ. അത് ശരി. യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഒരു ഡിമിനിഷിംഗ് പോപ്പുലേഷൻ ആകുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നിങ്ങള് ചൈന പോലത്തെ എല്ലാ രാജ്യങ്ങളിൽ നോക്കുന്നുണ്ടോ? അതും ചിന്തിക്കുന്നുണ്ടോ? ചൈന നമ്മൾ ഒരിക്കലും നോക്കിയിട്ടില്ല. അങ്ങനെ ബിസിനസ് പെർസ്പെക്റ്റീവില് ആപ്പ് എന്നുള്ള നിലക്ക് എത്രത്തോളം ഈ ഒരു കൺസെപ്റ്റിന് സക്സസ് ആവുമെന്ന് അറിയില്ല. കറക്റ്റ്. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായത് അതിന്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു കൺട്രി ആക്ച്വലി ആഡ് ചെയ്യാനേ ഉള്ളൂ. അതെ. ചൈനയില് ഞങ്ങളെ ഹുവാവൈ സ്റ്റോറിൽ GCC-യിൽ ഇറക്കുന്ന മൊബൈൽസിൽ അധികം ഞങ്ങളെ ആപ്പ് ഇൻബിൽറ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ. പിന്നെ അപ്പൊ നിങ്ങള് പിന്നെ ഹുവാവൈ സ്റ്റോറിലുണ്ട്. എന്തായിരുന്നു പറയാ? ഹുവാവൈ സ്റ്റോറിന് ആപ്പ് ഗാലറി. അതെ. ആപ്പ് ഗാലറിയിൽ നിങ്ങളുണ്ട്. അപ്പൊ ഇൻബിൽറ്റ് ആയിട്ട് ഹുവാവൈ ഫോൺസിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടല്ലേ? അത് ശരി. വെരി നൈസ്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ആക്ച്വലി കുറെ പഠിച്ചു. വെറുതെ കയറി ഞാൻ കൂടുതൽ മനസ്സിലാക്കണത് ചുമ്മാ കയറി ടെക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കരുത്, വെറുതെ അങ്ങ് ഉണ്ടാക്കരുത്. മാർക്കറ്റ് ഇൻസൈറ്റ്സ് വേണം. ഇല്ല, ട്രെൻഡ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ഈ ടെക്നോളജി കൊണ്ട് കാര്യമുള്ളൂ. ഈ ട്രെൻഡിനനുസരിച്ചുള്ള ടെക്നോളജി എപ്പോൾ സക്സസ് ആവും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ടെക്നോളജി ഉണ്ടാക്കിയ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ലോജിക്കൊന്നുമില്ല. പലപ്പോഴും ടെക്നോളജി ഫെയിൽ ആകുന്ന അവിടെയാണ്. കറക്റ്റ്. കാരണം ആൾക്കാരൊരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. എക്സാക്ട്ലി. പിന്നെ അത് എപ്പോഴും മോണിറ്റൈസ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. അപ്പൊ ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആകണം, എന്നാലേ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഭയങ്കര ലേണിങ്സ്. നിങ്ങളൊരു 100,000 ഡൗൺലോഡ്സിന് ശേഷമാണ് ഇത് മോണിറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു വിജയിച്ചില്ല എന്ന് വരും. ഏർലി നിങ്ങൾ ചെയ്യാൻ നോക്കി ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു എന്താ പറയാ, ആ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ച് വെൻ ടു മോണിറ്റൈസ് ദിസ്. അപ്പൊ അതൊക്കെ ഭയങ്കര വിജയമാണ്. ആ ഒരു കറക്റ്റ് പോയിന്റ് കിട്ടുക എന്നല്ലേ? കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്ലാനിങ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു, കറക്റ്റ്. 2 സാധനമാണ് നമ്മുടെ ബിസിനസ്സിൽ സക്സസ് ആക്കുക. ഒന്ന്, നല്ല വിശപ്പ് വേണം. കറക്റ്റ്. 2, അധികം ചിന്തിക്കാൻ പാടില്ല. അധികം വിവരം കുറച്ച് കുറയണം. ഞാൻ ഇടയ്ക്ക് ചില പിന്നെ ആൾക്കാരെ ഹയർ ചെയ്യാൻ പറയും, നിന്റെ ആ കൂടിയുള്ള പ്രശ്നം നീ MBA പഠിച്ചതാണ്. ഒരു MBA-കാരനാണ് എന്നെ ഉണ്ട്.
പഠിച്ചിട്ടുണ്ടാവൂല, അതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. അല്ല, നമ്മൾ ഈ വിവരം ഞാൻ എപ്പോഴും കണ്ടൊരു സാധനം, വിവരം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ പ്ലാൻ ചെയ്യും. കൂടുതൽ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സാധനം ഒരിക്കലും നടക്കൂല. നേരെ മറിച്ച് 10ാം ക്ലാസ്സും കുസ്തിയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വിവരമല്ല, അതുകൊണ്ടാണ് ലോഞ്ച് ചെയ്തു. അവർക്ക് ബിസിനസ്സിൽ സക്സസ് ആകാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാരാണ്. കറക്റ്റ്. ഇതിലൊരു എപ്പോഴും ഒരു ഡിമാൻഡ് ഫാക്ടർ ഉണ്ടാവും. നമ്മൾ സക്സസ് ആണോ വേണ്ടിയൊന്നും നിശ്ചയിക്കുന്നതിൽ അതിനും ഒരു വലിയൊരു ഘടകം ഉണ്ടാവുമല്ലോ. നമ്മളെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്തൊരു സാധനമായിരിക്കും. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാം. പിന്നെ അതിനെത്രത്തോളം റെലിവൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി സക്സസ് ഫെയിലിയർ സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പല പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫെയിലിയർ ആയ സ്റ്റോറീസ് ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മൾ പറയില്ല. സ്വാഭാവികമായിട്ടും സക്സസ് ആയത് മാത്രം സക്സസ് നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. കറക്റ്റ്. അപ്പൊ കഴിഞ്ഞ 1 മണിക്കൂറിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു ഓഫ്ലൈൻ ബിസിനസ്സിൽ നിന്ന് ഒരു ഓൺലൈൻ ബിസിനസ്സിൽ എത്തിയെന്നും ആ ഓൺലൈൻ ബിസിനസ് എങ്ങനെ സക്സസ്ഫുള്ളി മോണിറ്റൈസ് ചെയ്തതെന്നും എത്തിക്സ് വിടാതെ എങ്ങനെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതും ഒക്കെ ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു. ഇപ്പൊ 400+ ക്ലയൻസിൽ നിൽക്കുന്നു അല്ലേ? ഇനി അതൊരു 1000 ക്ലയൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് മിക്കവാറും D4D ആപ്പ് വേറെ വല്ലതും ആയിട്ടുണ്ടാവും. നിങ്ങൾ ഓൺലൈൻ കമ്പനികൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ആമസോൺ, ഇപ്പോഴെല്ലാരും നമ്മള് സർവീസ് എടുക്കുന്നുണ്ട്. കാരണം മുമ്പ് ഞങ്ങൾ അങ്ങനെ ഓൺലൈൻ കമ്പനീസിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരും ഓൺലൈനായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മളതൊരു അഗ്രിഗേറ്റിംഗ് പ്ലാറ്റ്ഫോം ആയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. വെരി നൈസ്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ഷോ. അണ്ടിൽ വി മീറ്റ് അഗെയിൻ. Thank you very much.